ഇന്നലത്തേക്കാൾ പണത്തിന്റെ പളപളപ്പുള്ള പുതിയ തലമുറയുടെ മക്കൾ എവിടെയാണ് ജീവിക്കുന്നത്? 16 വയസ്സുവരെ ആറ്റുനോറ്റ് പോറ്റിയ പെൺകുടി 17ാമത്തെ വയസ്സിൽ കോടതിയുടെ വളപ്പിൽ നിന്ന് പിതാവിനോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല, ഞാൻ ചേട്ടന്റെ കൂടെ പോവാം, എനിക്ക് നിങ്ങളെ വേണ്ട. 16 വയസ്സുവരെ ആറ്റുനോറ്റ് പോറ്റിയിട്ട് വേണ്ടത് മുഴുവനും കൊടുത്ത പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ബന്ധമില്ല, ബന്ധുക്കളോട് ബന്ധമില്ല. വൈകാരികമായ പ്രണയത്തിന്റെ നടുവിൽ പുതിയ സാങ്കേതികതയുടെ മികവിൽ കൂടിവിട്ടോടുന്ന കൗമാര യൗവനങ്ങളുള്ള പുതിയ ലോകത്താണ് ജീവിക്കുന്നത്. എന്നാൽ പരിജ്ഞാനത്തിന്റെ പറുദീസയിൽ അതുല്യമായ വിലാസമാണ് ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. وكلهم من رسول الله ملتمس عرفا من البحر أو رشفا من الديم وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم. കഴിഞ്ഞുപോയ ബൈബിളിന്റെ വക്താക്കൾ, ഇഞ്ചീലിന്റെയും തോറയുടെയും ആളുകൾ, സബൂറിന്റെയും ഇഞ്ചീലിന്റെയും തൗറാത്തിന്റെയും വക്താക്കൾ, ആധുനിക ലോകത്ത് ബൈബിളിന്റെയും തോറയുടെയും തൽമൂദിന്റെയും ആളുകൾ, ലോകത്ത് കഴിഞ്ഞുപോയ സയന്റിസ്റ്റുകളുടെയും ദാർശനികന്മാരുടെയും വിജ്ഞാനങ്ങൾ, ആ വിജ്ഞാനത്തിന്റെ നിറകുംഭങ്ങൾ മുഴുവനും മദീനയിലെ ഒരു പാത്രത്തിൽ മാത്രം ഒതുങ്ങാനേ ഉള്ളൂ. അത്രയും വിശാലമായ വിജ്ഞാനത്തിന്റെ നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ ഹബീബിനോട് ഇഷ്ക് വെക്കുമ്പോഴാണ് വിശ്വാസി അവന്റെ ബന്ധം ഹബീബിനോട് ഊട്ടിയുറപ്പിക്കുക. ആ ഹബീബിനോട് പ്രണയം വന്നാൽ ഹബീബിന്റെ മദീനയോട് പ്രണയമാണ്. ഇരുന്നിടത്തോട് പ്രേമം, നടന്ന വഴിയോട് പ്രേമം, കടന്ന നാടിനോട് പ്രേമം, സഞ്ചരിച്ച ഇടങ്ങളോട് പ്രണയം. കാരണം എന്റെ ഹബീബിന്റെ സന്നിധാനമായി ഇന്നലെയുണ്ടായിരുന്ന ഇടത്തോടുള്ള ആത്മബന്ധമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി